ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളിയൊരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷവായ ചിക്കനും ബുഖാരി റൈസുമാണ് ഉണ്ടാക്കുന്നത്. നല്ല ഈസിയാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടായാലും എടുക്കാം. പക്ഷേ ഇങ്ങനെ സ്കിന്നോട് കൂടി എടുക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇത് ഞാൻ 1 കിലോയും 300 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മാരിനേഷന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് കൂടി പോകരുത്. ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി മതിയാവും. ഇനി ഇതിലേക്ക് പാപ്രിക്ക പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിനാകുമ്പോൾ കൂടുതൽ എരിവുണ്ടാവില്ല, അത്യാവശ്യം കളർ കിട്ടുകയും ചെയ്യും. 1.5 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരച്ച് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ഗാർലിക് പൗഡറോ ജിഞ്ചർ പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഒരു 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ഡ്രോപ്പ് റെഡ് കളറും ആവശ്യത്തിന് ഓയിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. കളറ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലപോലെ തന്നെ ഈ ഒരു ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറഞ്ഞത് ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കുക. ഞാനിവിടെ ഓവർനൈറ്റ് ഇത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ ഒരു ചിക്കൻ ഷവായ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ അരച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇത്രയും മതിയായതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ബുഖാരി റൈസ് റെഡിയാക്കാനായിട്ട് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലുള്ള അരി ഒരു 4 കപ്പ് എടുക്കുന്നുണ്ട്. 4 കപ്പ് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. 250 ml അളവ് കപ്പിലാണ് ഞാൻ ഈ ഒരു അരി അളന്നിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 200 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോട്ടിസെറയുടെ ഓപ്ഷനിലാണ് ഈ ഒരു നോബ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓവൻ ഇല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ ഇതേപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിൽ കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാനിൽ വെച്ച് നന്നായിട്ട് തന്നെ 2 സൈഡും മൊരിയിച്ചെടുത്താൽ മതി. നല്ല പോലെ തന്നെ കിട്ടും. നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ചിക്കൻ കുറച്ച് മുമ്പേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്ക്രൂ ഒക്കെ ചെയ്ത് കൊടുത്ത് ക്ലിപ്പൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ക്ലിപ്പ് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളിത് ഓവനിൽ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ചിക്കൻ തിരിഞ്ഞു വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉള്ളിലേക്ക് കുത്തി കൊടുത്തിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മറ്റേ സൈഡും അതുപോലെ തന്നെ കാല് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാല് രണ്ടും കൂടെ ഒരു നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ആ ഒരു വിങ്സിൻ്റെ ഭാഗവും കെട്ടിക്കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കെട്ടിക്കൊടുക്കണം. ഞാനിത് ഓവനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഓവൻ തുറന്നിട്ട് പിന്നീട് ആ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ 2 വിങ്സും ഒന്ന് അതിൻ്റെ ആ ഒരു ചിക്കൻ ബ്രസ്റ്റിലേക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചെയ്ത് കൊടുക്കുക. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സൈഡിലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ആ ഒരു മസാലയിലേക്ക് തന്നെ ഒരു 2 പീസ് ഉള്ളിയും തക്കാളിയും കൂടെ ഇതുപോലെ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. ആ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഗ്രില്ലായി കഴിയുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ പൊട്ടാറ്റോയും കൂടെ കുറച്ച് ഉപ്പും ഒലിവ് ഓയിലും സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ പിന്നീട് വെക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ട്രേയിൽ ഫോയിൽ പേപ്പർ ഇട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ക്ലീനിങ് ഈസി ആയിരിക്കും. എന്നിട്ടൊരു പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോഴാണ് ഈ ചിക്കൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 ഹവറാണ് ഈ ഒരു ചിക്കൻ ഈ ഒരു ഓവനിൽ കുക്കാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 70 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 200 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഒരു 225 ഡിഗ്രിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി റൈസിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നു. ഞാൻ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലും ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓയിലിൻ്റെയും നെയ്യുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ് വാടിപ്പോകുമൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ റൈസ് നന്നായിട്ട് സോക്കായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളറിലുള്ള റൈസിൻസ് ചേർത്ത് കൊടുക്കാം. കഴുകിയിട്ടാണ് ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനി ഇത് കോരി മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് റൈസ് ആവുന്ന സമയത്ത് അതിലേക്ക് ചേർക്കാനുള്ളതാണ്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇനി ആ എണ്ണയിലേക്ക് പട്ടയും ഗ്രാമ്പൂവും ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമല്ലിയാണ് ചേർക്കുന്നത്. അതിലേക്ക് ഒരു 2 ഉണക്കനാരങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ക്യൂബാണ് ഞാൻ ചേർക്കുന്നത്. അത് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ അത് നന്നായിട്ടങ്ങ് മെൽറ്റായി വന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതുപോലെ അങ്ങ് മെൽറ്റായി വന്നോളും. ഇനി ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് ഒന്ന് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അറബിക് മസാലയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള അറബിക് മസാലയാണ്. കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു റൈസിലേക്ക് കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു 2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ തക്കാളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ചെറുതാണെങ്കിൽ 2 തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ തക്കാളി ഒരെണ്ണോടെ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് പോയി നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്.
ഞാനിവിടെ 4 കപ്പ് അരിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ ക്യൂബ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഉപ്പ് കൂടി പോവാതെ നോക്കണം. സ്റ്റോക്കിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ടാവും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി അരി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അരി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചിക്കൻ ഒന്ന് നന്നായിട്ട് പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ടെമ്പറേച്ചർ കുറച്ചുകൂടി ഒന്ന് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊട്ടറ്റോ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒലിവ് ഓയിലൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ടെമ്പറേച്ചർ ഞാനിവിടെ 225 മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് നല്ല എരിവ് വേണ്ടവർക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ പച്ചമുളക് കൂടി കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ റൈസ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്നി റെഡിയാക്കാനായിട്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരു അല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 തക്കാളിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചോപ്പറിലിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിലേക്കിനി പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവാതെ അടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഒരുപാട് പേസ്റ്റായി പോകരുത്. കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള മയണൈസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയില്ലാത്ത മയണൈസാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. ഒരു 3/4 ഗ്ലാസോളം പാല് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ബ്ലെൻഡർ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിയിലും തയ്യാറാക്കിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിൽ ചെയ്യുവാണെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നീട് അതിലേക്ക് ഓയിലും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് അതിലേക്ക് നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആവശ്യത്തിന് ഓയിൽ ചേർത്തിട്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയണൈസാണ്. ഇപ്പോൾ മയണൈസും റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണുള്ളത്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു മയണൈസ് റെഡിയാക്കി നോക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മയണൈസും ഈ ഒരു ചട്നിയും ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒന്ന് നല്ല തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു സ്കിന്നൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിവിടെ ഒരു 70 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓവൻ അനുസരിച്ചിട്ടും പിന്നെ എടുക്കുന്ന ചിക്കൻ്റെ വെയിറ്റൊക്കെ അനുസരിച്ചിട്ടും കുക്കിംഗ് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്ക്രൂ ഒക്കെ നല്ല ചൂടിലാണുള്ളത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോയും ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഒരു റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്പും ആ സ്ക്രൂ ഒക്കെ ഒന്ന് ഊരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. പുറമേയൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. റൈസ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കനും പൊട്ടറ്റോയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റും റൈസിൻസും കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ചിക്കൻ്റെ കാലിൽ കെട്ടി കൊടുത്തിട്ടുള്ള ആ നൂലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വിങ്സിൻ്റെ അവിടെ ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബുഹാരി റൈസും ഷവായ ചിക്കനുമാണ്. പിന്നെ അതിൻ്റെ ഒപ്പമുള്ള മയണൈസൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്